ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ഷോപ്പിങ്ങിന് പോകുമെന്ന് പറഞ്ഞു. ആ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചാൽ എൻ്റെ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെയും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ അതേ ഇതാണ് ഫസ്റ്റ് ബോക്സിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഒരെണ്ണം. ഞാൻ മാറ്റി ഇപ്പോൾ ഇത് സെറ്റായിട്ട് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളൊരു സംശയം, ഇതൊരു പെൻസിലാണ്, ഇതാണ് ഞാൻ വാങ്ങിയത്. രണ്ടെണ്ണമല്ല കേട്ടോ, ഒരു സെറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ഡബിൾ ആക്കിയാലോ? പൂർണ്ണം ചാടിപ്പോയിട്ടോ. ഇതാണ് പിങ്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഇതെന്ന് പറയണത് ഞാൻ അൺബോക്സ് ചെയ്ത്, കാരണം നിങ്ങൾക്ക് ഞാൻ ആദ്യമേ കാണിക്കാൻ പറ്റിയില്ല ആക്രാന്തം കാരണമാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആക്രാന്തം കാണിച്ചൊന്നും പൊട്ടിക്കാൻ നിൽക്കരുത്, എന്നിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ആരും ലൈക്ക് ചെയ്യില്ല. ഇപ്പം അബദ്ധത്തിൽ എനിക്കിങ്ങനെ പറ്റിപ്പോയതാണ്, കുറച്ച് പ്രയാസമുണ്ടല്ലോ. അടിയിൽ കൂടെ വന്നിട്ട് ഓട്ടോ വന്ന് അടിയിൽ കൂടെ വന്നു. എവിടെയും കുത്താൻ പറ്റാനുള്ള ഇതാണ് ഫസ്റ്റത്തെ ഒരെണ്ണമുണ്ട്. ഞാനിപ്പോൾ കൊണ്ടുപോകണത് ഈ ഒരു പിങ്കും പിന്നെ ഈ ഒരു പർപ്പിളുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത്. പർപ്പിളും പിങ്കും മാത്രമല്ല, കുറേ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, പിന്നെ റെഡ്, അങ്ങനെ കുറേ കളേഴ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, അബദ്ധത്തിൽ വീഡിയോ കട്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ഈ പെൻസിൽസൊക്കെ താഴേക്ക് വീണു. അത് മാത്രമല്ല, ഞാൻ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ സ്റ്റൂളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് ചരിഞ്ഞാണ്, അപ്പോഴേക്കും എൻ്റെ നടുവും പോയി. അപ്പോൾ ഫ്രണ്ട്സ്, അതിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പെട്ടിയിലാക്കി വെച്ചേക്കാണ്. ഇതിലൊരു കാര്യം കൂടിയുണ്ട്, ഈ പെൻസിലിൻ്റെ കൂടെ ഈ ഒരു റബ്ബർ, പിന്നെ താഴത്തെ സൈഡിലാണ് ഈ ഒരു കട്ടറും ഈ ഒരു ഇറേസറും ആൻഡ് ഷാർപ്പനറും കൂടി ഫ്രീ ആയിട്ട് കിട്ടിയാണ്. പിന്നെയെന്ന് പറയണത് എൻ്റെ സ്കെയിലാണ്. ഇത് ഞാൻ വാങ്ങിയതാണ് ആ കടയിൽ നിന്ന് തന്നെ. സ്കൂഡ് എന്നൊക്കെ പറഞ്ഞു. ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ക്യൂട്ടൊക്കെ കാണുമ്പോൾ ക്യൂട്ടാവും, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്വാളിറ്റിയില്ല. അടുത്തതെന്ന് പറയണത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഈ ഒരു ബ്ലാക്ക് കളർ പെന്നാണ്. നമ്മളെ പറ്റിച്ചില്ല. ഇതിലൊരു സംഭവം ഉണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നല്ല തെളിച്ചുകൊണ്ട്, ഇത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു പേന. പിന്നെയെന്ന് പറയണത് ഈ ഒരു സ്കെച്ചാണ്. ഇത് ഞാൻ വാങ്ങിയതാണ്, ഞാൻ കാണിച്ചു തരാം. ഞാൻ വാങ്ങിയൊരു സ്കെച്ചാണ്. ഇതിൽ ലൈറ്റായിട്ടാണ് കളേഴ്സ്. ഇത് ഹൈലൈറ്റ് കളറാണ്. ഞാൻ ഈ ഒരു യൂണിക്കോണിൽ വരക്കാം, ഇങ്ങനെ ബുക്ക് ചിത്രം കണ്ടോ, ഹൈലൈറ്റ് കളറാണ് ഇതൊക്കെ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു ഹൈലൈറ്റ് കളറാണ്. പിന്നെ ഇത് മജന്തയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അല്ല, ഇതാണ് മജന്ത, ഇത് ബേബി പിങ്ക്, ഇത് ലൈറ്റ് പിങ്ക്, അങ്ങനെ എന്തോ മജന്ത. അങ്ങനെ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ ഫുൾ കളേഴ്സ് ഉണ്ട്. ഇപ്പം തുറന്നൊന്നും കാണിക്കാണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. സാധാരണ. അപ്പോൾ നമുക്ക് ഈ കളർ ഇതിനകത്ത് വെക്കാം. പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു കിൻഡർ ജോയ്ന്ന് കിട്ടണം. ഫ്രണ്ട്സ്, സോറി, എനിക്ക് കിൻഡർ ജോയ് തിന്നണമൊന്നും കാണിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് കിട്ടിയൊരു ടോയാണിത്. ഇങ്ങനെ ആടിക്കളിക്കണതാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇതിങ്ങനെ ആടും, ഇങ്ങനെ ആടി പോകും. അതാണ്. ഇത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇടാൻ പറ്റും. പിന്നെയെന്ന് പറയണത്
എൻ്റെ കട്ടർ ഇത് എനിക്കിതിന് മാച്ച് ആയതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെട്ടിയിൽ എടുത്ത് വെക്കാൻ പോവാണ്. ഇതെല്ലാം എൻ്റെ പുതിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ പെട്ടിയിൽ തന്നെ എടുത്തു വെക്കും. സ്പേസ് ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതെല്ലാം പെട്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മിക്സ് ചെയ്യുമ്പോൾ കലവിലയായി ഇരിക്കും. ഞാനിപ്പം മിക്സ് ചെയ്ത് കലർത്തിയിട്ടുണ്ട്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഇതാണ് ഞാൻ റിയലായിട്ട് ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല, പിന്നെ വേറൊരു വീഡിയോ കൂടി ഉണ്ട് ഈ വീഡിയോ തന്നെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു സ്കൂളിൽ പോവാനായിട്ട് ഒരു സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ വെറുതെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് ഇതും ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് സ്ഥലം മാറണ്ടേ? 3, 2, 1 സ്ഥലം മാറി. ഇതാണ് സ്ഥലം എന്ന് പറയുന്നത്. എന്തൊക്കെയോ കട്ടുകൂട്ടി വെച്ചേക്കണ്. ഇത് കണ്ണാടി ഉണ്ടിട്ട് ഇതിലധികം റെയറായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. മേക്കപ്പാണ് ഫസ്റ്റ്. എൻ്റെ കൈ പോയിട്ടോ ചോരൊന്നും വരുന്നില്ല ഫ്രണ്ട്സ്. എൻ്റെ ചോര വരുന്നു. ഫ്രണ്ട്സ്, ചോര വരുന്നുണ്ട്. നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ. വച്ചേ ഫ്രണ്ട്സ്, ഇതൊരു ക്യൂടെക്സ് ആണ്. അതിൻ്റെ ബാക്കിയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് ചോരയായിട്ട് തോന്നുന്നുണ്ട്. ഞാനും വേദന എടുത്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ സംഭവം എന്ന് പറയണത്. സ്കൂൾ പുഷ് ഇതിലാണ് കേട്ടോ. നെക്സ്റ്റ് ബോക്സിലാണ് സ്കൂൾ പുഷ് തുറന്നിട്ട്. ഇനി ഞാൻ പുതിയതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുടി കെട്ടണം. മുടി കെട്ടിയിട്ട് ഞാൻ ഫസ്റ്റ് മേക്കപ്പിലേക്ക് തുടങ്ങുള്ളൂ. ഇടക്കിടക്ക് മാത്രം ഗെറ്റ് റെഡി വിത്ത് മീ വിടുമ്പോഴൊക്കെ ഇടക്കിടക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ സൈഡ് കെട്ടാൻ വേണ്ടി ചീപ്പാണ് എടുക്കുന്നത്. ചടയില്ല കേട്ടോ എൻ്റെ മുടിക്ക്. ഇത് ഇത്രയും നീളമുണ്ട്. ശരിക്കും ഞാൻ കാണിച്ചു തരാം. ഇത്രയും നീളമുണ്ട് മുടിക്ക്. കുറച്ച് അത്യാവശ്യത്തിന് ചടയുണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റത്തെ കെട്ടണം. പോയി സാധാരണ ഒരു 2 പോണിട്ട് അതെങ്ങനെ കെട്ടണമെന്ന് എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റത്തെ കെട്ടാം ഫ്രണ്ട്സ്. ഇപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡാണ് കിട്ടിയത്. ആൻറ്റിയിലിട്ട് അടുത്ത സൈഡ് നോക്കാം. മാജിക് വർക്കയില്ല. സെക്കൻഡ് കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ചെന്നത് കുളമായതുപോലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോരട്ടെ. ഓ, വന്നിട്ടോ ആള്. അപ്പം നമുക്കിതിലാണ് തുറക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇതാണ് ബാക്കിൽ ഇടുന്നത്. അപ്പം ഇത് നമുക്ക് 2 ആയിട്ട് കുത്താം. ഇപ്പം നല്ല ഭംഗി. ഞാൻ സാധാരണ ഇവിടെ ഇപ്പം ഞാൻ വെറുതെ ഒന്ന് പോയിട്ടുള്ളൂ. സാധാരണ ഞാൻ ഇവിടെയാണ് ബോയൊക്കെ മേടിക്കുമ്പോൾ ഇടാറ്. ഞാനിപ്പോൾ കണ്ണാടി നോക്കിയിട്ടാണ് ഇടുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇട്ടണത്. കണ്ടോ, ഇതാണ് ഇപ്പോൾ ഇങ്ങനെ ഇടുന്നത്. നെക്സ്റ്റ് നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഫസ്റ്റത്തെ സിറമാണ്. തൊട്ട് മാറ്റണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു ഇതും കൂടി പോയുള്ളൂ. ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അധികം അങ്ങനെ ഉപയോഗിക്കൂല. ഈ ഒരു ജോജോബ ഓയിലാണ്. ഞാൻ ഇപ്പം മിറർ നോക്കിയിട്ടാണ് അത്.
നമ്മൾ ജോജോബ ഓയിൽ ഒഴിച്ചു. നെക്സ്റ്റ് മേളിൽ നിന്ന് തന്നെ വരട്ടെ. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വന്നു. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ കൈകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഫസ്റ്റത്തെ നമുക്ക് എന്തായാലും തൊച്ചിക്കളയാണ്. ഞാൻ അധികം പൗഡറൊന്നും ഉപയോഗിക്കൂലാവേ. ഇതും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊക്കെ അടച്ചു വെക്കാം. ചെറുതായിട്ടൊന്ന് കലവിലയായി. നെക്സ്റ്റ് എന്ന് പറയുന്നത്, സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അധികം ലിപ്സ്റ്റിക്കൊന്നും ഇടൂല. എനിക്കിപ്പോൾ പൊന്നു ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെ മക്കളിൽ ഏറ്റവും മൂത്ത ചേച്ചിയാണ് പൊന്നു ചേച്ചി. എനിക്ക് തന്നാണ്. ന്യൂഡ് കളറൊന്നുമല്ല, കളായി നമ്മളധികം ഉപയോഗിക്കാൻ പാടില്ല. ഇത് നല്ല കട്ടയായിട്ട് കഴുകാൻ അധികം പാടൊന്നുമില്ല. എന്നായാലും കുറച്ച് കട്ടയായിട്ടിരിക്കുക. ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല. ഞാൻ ഇങ്ങനത്തെ പൊട്ടാണ് ഇപ്പം തൊടാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഞാൻ സ്കൂളിൽ പോകും. പക്ഷേ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ പൊട്ട് എനിക്ക് തൊടാൻ ഇഷ്ടമല്ല. ഇത്രയും മേക്കപ്പ് ഞാൻ ചെയ്യുള്ളൂ. നമുക്ക് ലാസ്റ്റ് ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ലാസ്റ്റ് ലുക്ക് എന്ന് പറയണത്. കണ്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. ദിസ് ബൈ ഫ്രണ്ട് A+V Vlog 2. Bye bye.